അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മുള്ളരിങ്ങാട് മേഖലയിൽ ഏതാണ്ട് 6ഓളം കാട്ടാനകളാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയിരുന്നത്. അത് മലയാറ്റൂർ റിസർവിൽ നിന്ന് ഈ ജനവാസ മേഖലയ്ക്ക്, അതായത് തേക്കും പ്ലാന്റേഷൻ ഉൾപ്പെടുന്ന മേഖലയിലേക്ക് വരികയായിരുന്നു. അതിനുശേഷം അതിന് സമീപത്തൊക്കെ പ്രത്യേകിച്ച് കൃഷിയിടങ്ങളാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയ ആനകൾ പിന്നീട് മടങ്ങിപ്പോയില്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏതാണ്ട് ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ ആനകളെ സാവധാനത്തിൽ ഓടിച്ച് മലയാറ്റൂർ റിസർവ് പെരിയാറിൻ്റെ സമീപത്തേക്ക് കടത്തിവിടും എന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെ 1-2 ദിവസം ആ ദൗത്യം അവിടെ നടന്നിരുന്നു. പക്ഷേ അതിനുശേഷം അവിടെ ഒരു സോളാർ ഫെൻസിങ് സ്ഥാപിച്ച് അങ്ങനെ കടന്നുപോയ ആനകളെ പിന്നീട് മടങ്ങി വരാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കും എന്നുള്ളതാണ് അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. പക്ഷേ അത് പ്രായോഗികമായി ഫലം കണ്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ഇപ്പോൾ നമ്മളോടൊപ്പം KPCC ജനറൽ സെക്രട്ടറി S. അശോകനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇപ്പം പല സ്ഥലത്ത് ഈ പ്രശ്നങ്ങളുണ്ട്. കോതമംഗലത്ത് നമുക്കറിയാം, ഇന്ദിരയുടെ മൃതദേഹം വെച്ചുകൊണ്ട് UDFൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടത്തി. പക്ഷേ അന്ന് നൽകിയ ഉറപ്പുകൾ പോലും ആ മേഖലയിൽ പാലിക്കപ്പെടുന്നില്ല. ഇപ്പോൾ കാഞ്ഞിരവേലിക്ക് സമീപത്താണ് ഈ മുള്ളരിങ്ങാട് എന്ന് പറയുന്നത്. ഗുരുതരമായ വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൽ സർക്കാർ നിരന്തരമായി തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ പ്രോപ്പറായിട്ട് ഫെൻസിങ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ കൃത്യമായി ഫെൻസിങ് ഉറപ്പാക്കി ജനങ്ങളെ സംരക്ഷിക്കാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ഏറ്റവും അടിയന്തരമായി കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം നൽകണം. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികളും സ്വീകരിക്കണം. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശുപത്രിയിൽ നിന്ന് ഈ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമറിന്റെ മൃതദേഹമുള്ള ആശുപത്രിക്ക് മുന്നിലാണ് ജയിനുള്ളത്. അവിടേക്ക് നേതാക്കളും അവിടെയുള്ള ജനങ്ങളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഒരേ കാര്യം മാത്രം പറയാനുള്ളൂ, അവരുടെ ജീവന് എന്തുകൊണ്ടാണ് ഒരു വിലയും കൽപ്പിക്കാത്തത്? ആദ്യത്തെ സംഭവമല്ല, രാത്രിയൊക്കെ കാട്ടാന ശല്യം രൂക്ഷമാകുന്നുണ്ട്. എത്രയോ തവണ വനവകുപ്പിലൊക്കെ പോയി പരാതി പറഞ്ഞു. അവസാനം ഈ അടുത്താണ് ഈ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ പോലും ആരംഭിച്ചതെന്ന്. ഫെൻസിങ്ങുമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതും അവർ സമരം ചെയ്ത് നേടിയതാണെന്നുള്ള കാര്യം നേരത്തെ പഞ്ചായത്ത് അംഗം നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നു. നേതാക്കളും സാധാരണക്കാരും ഒക്കെ ഒരേ ആവശ്യം ഉന്നയിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു മാസത്തിനിടെ നമ്മുടെ സംസ്ഥാനത്ത് 2 പേർക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം.